ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് മാംലൂക്ക് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ അവസാനമായിട്ട് മാംലൂക്ക് വംശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സൽത്തനത്തിന്റെ വ്യാപനം. മാംലൂക്ക് ഭരണത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമായിരുന്നു ഖിൽജി വംശം എന്ന് പറയുന്നത്. ഖിൽജി വംശത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി വംശത്തിന്റെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖിൽജിയാണ്. പക്ഷെ മെയിൻ റൂളർ ആയിട്ട് വരുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളും അദ്ദേഹം കീഴടക്കിയത്. വളരെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വളരെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ കീഴടക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യയും സൗത്ത് ഇന്ത്യയും കീഴടക്കിയത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം കീഴടക്കിയിട്ടുള്ള പ്രദേശങ്ങളിലെ ആദ്യത്തെ പ്രദേശം എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു. വളരെ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഗുജറാത്ത് ആദ്യം കീഴടക്കിയതോടെ അദ്ദേഹത്തിന് സൈനിക ശക്തി ബലപ്പെടുത്താനായിട്ട് സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചതെന്നുണ്ടെങ്കിൽ, ഈ തുറമുഖ പ്രദേശമായതുകൊണ്ട് തന്നെ ഇറാഖിൽ നിന്നും മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സൈന്യത്തെ ബലപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ അല്ലെങ്കിൽ ഖിൽജി വംശത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി നമുക്ക് നോക്കാം ഖിൽജി വംശത്തിന് ശേഷം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം ഈ ചുവന്ന കളർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തുള്ളതാണ്. അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന യെല്ലോ കളറിലുള്ള മാപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് വംശത്തിൽപ്പെട്ട മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് വ്യാപിച്ച ഇന്ത്യയിലെ അവരുടെ ഭരണവംശം വ്യാപിച്ച പ്രദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ തുഗ്ലക് ഡൈനാസ്റ്റി. ഖിൽജി വംശത്തിന് ശേഷം തുഗ്ലക് വംശം അധികാരത്തിലെത്തി. ഇതിലെ മെയിൻ റൂളർ ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. വിഡ്ഢിയായ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. കാരണം ഉണ്ടായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്നിരുന്ന പല നയങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിഡ്ഢിയായ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിളിക്കാനായിട്ട് കാരണം. അതിൽ ഒരു കാരണമാണ് ഭരണം എളുപ്പമാക്കാൻ അദ്ദേഹം തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. ഇത് പിന്നീട് ദൗലത്താബാദ് എന്ന് പേര് നൽകുകയും ചെയ്തു. ഇതുവഴി എല്ലാ പ്രദേശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ഇത് ഫലപ്രദമായില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം തീരുമാനം പിൻവലിച്ചു. അപ്പോൾ അത് നടപ്പിലാക്കാനായിട്ട് എടുത്ത പ്രശ്നമായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വിളിപ്പേരിൽ അറിയപ്പെടാനായിട്ട് കാരണം. ഈ ഒരു നയം മാത്രമല്ല കൊണ്ടുവന്നത്, കമ്പോള പരിഷ്കരണ, നാണയ പരിഷ്കരണം, അങ്ങനെ മറ്റു ചില പരിഷ്കരണം കൂടി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് തുഗ്ലക് ഡൈനാസ്റ്റിയിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, തുഗ്ലക് ഡൈനാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സയ്യിദ് ആൻഡ് ലോധി ഡൈനാസ്റ്റിയസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയിൽ മുൻപേ പറഞ്ഞിരുന്നു, മാംലൂക്ക് വംശവും ഖിൽജി വംശവും തുഗ്ലക് വംശവുമാണ് പ്രധാനപ്പെട്ട 3 രാജഭരണങ്ങൾ നടത്തിയിരുന്നത്. സയ്യിദ് ലോധി കുറച്ച് ദുർബലരായ ഭരണാധികാരികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ കോൺട്രിബ്യൂഷൻസ് അവർക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുണ്ട് തുഗ്ലക് ഭരണത്തിന് ശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് സൽത്തനത്ത് ഭരണം പതിയെ ക്ഷയിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡൽഹി മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1526 ഏപ്രിൽ 26 മുഗൾ ഭരണം ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, 1526 ഏപ്രിൽ 26 ഡൽഹിക്ക് അടുത്തുള്ള പാനിപ്പത്തിൽ കാബൂൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ ആണ്. ശ്രദ്ധിക്കണം, കാബൂൾ എന്ന് പറയുന്ന സ്ഥലം ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ ആണ്. കാബൂളിലെ റൂളറായ ബാബറിന്റെയും സൽത്തനത്ത് ഭരണാധികാരിയായിട്ടുള്ള സൽത്തനത്തിലെ തന്നെ ലാസ്റ്റ് റൂളർ, ലോധി വംശത്തിൽപ്പെട്ട ലാസ്റ്റ് റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധിയുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ആരൊക്കെയായിരുന്നു ഇതിന് ഈ വാറിനെ പറഞ്ഞിരുന്ന പേര് ഫസ്റ്റ് പാനിപ്പത്ത് യുദ്ധം എന്നാണ്. 1526, മറക്കരുത്, എക്സാമിന് വരും. 1526 ഏപ്രിൽ 26 പാനിപ്പത്ത് യുദ്ധത്തിൽ ആരായിരുന്നു പങ്കെടുത്തിരുന്നത്? ലോധി വംശത്തിലെ അവസാന റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും കാബൂളിലെ, അതായത് ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള കാബൂളിലെ ഭരണാധികാരിയായിട്ടുള്ള ബാബറും തമ്മിലാണ് സൈന്യം ഏറ്റുമുട്ടിയത്. ഇതില് ബാബർ ജയിച്ചു.
ഇതിൽ ബാബർ ജയിച്ചതോടെ എന്തായി? ഡൽഹി ആരുടെ കീഴിലായി മാറി? ബാബറിന്റെ കീഴിലായിട്ട് മാറി. ബാബറിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കണേ നോക്കാം. ഓക്കെ, ബാബർ ഡൽഹിയിൽ ഭരണത്തിന് തുടക്കം കുറിച്ചു. ഇത് മുഗൾ ഭരണം എന്ന പേരിൽ അറിയപ്പെട്ടു. മുഗൾ ഭരണം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ പ്രധാന മുഗൾ ഭരണാധികാരികളെ പരിചയപ്പെടാം. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ടിലുള്ളത് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളാണ്. ഇവരെ നമുക്ക് ഇവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് ബാജ്സ എന്ന പേരിൽ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ബാജ്സ, അതായത് ഫസ്റ്റ് റൂളർ ആയിരുന്നു ബാബർ. ബാബർ. BH ഹുമയൂൺ. എച്ച് മീൻസ് ഹുമയൂൺ ആൻഡ് അക്ബർ. BHA ബ. അക്ബർ ആൻഡ് ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരുടെ എല്ലാവരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് ബാജ്സ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പഠിച്ചു വെക്കാനും എളുപ്പമായിട്ടുള്ള ഒരു പേരാണ് ബാജ്സ എന്ന് പറയുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള അക്ബർ, ഔറംഗസേബ്, ഷാജഹാൻ എന്നീ വ്യക്തികളാണ്. അവരെ കുറിച്ചാണ് നമുക്ക് കൂടുതലും പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന രീതിയായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. മാൻസബ്ദാരി സമ്പ്രദായം എന്തായിരുന്നു? മാൻസബ്ദാരി സമ്പ്രദായം നോക്കാം. ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥനും പ്രത്യേകം പദവികൾ, സ്ഥാനങ്ങൾ നൽകിയിരുന്നു. ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സൈന്യത്തെ നിലനിർത്താനായിട്ട് ആർക്ക് സാധിച്ചു? അക്ബറിന് സാധിച്ചു എന്നാണ് പറയുന്നത്. രാജ മൻസിംഗ്, രാജ തൊഡാർമാൽ, ബീർബൽ, രാജ ജയ്സിംഗ് എന്നിവർ അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രധാന പദവികൾ വഹിച്ചിരുന്ന രജപുത്രന്മാരായിരുന്നു. അക്ബറിന്റെ കാലത്ത് ഒരു പ്രത്യേകതയായിരുന്നു, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തിരുന്നു. ഒരു മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതം മാത്രം സ്വീകരിച്ച വ്യക്തി ആയിരുന്നില്ല അക്ബർ. എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരുമയോടെ കണ്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു ബ്ലൂ കളർ ബോക്സിൽ ഷേർഷാ സൂരിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരി ആയിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു. അപ്പൊ ഹുമയൂൺ ഭരിച്ചിരുന്ന കാലത്ത് 1530 to 1540 വരെയാണ് ഹുമയൂൺ ഭരിച്ചിരുന്നത്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഷേർഷാ സൂരിയായിട്ട് യുദ്ധം നടന്ന് ഷേർഷാ വിജയിച്ചു. അദ്ദേഹം കൊണ്ടുവന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ട്. ഷേർഷാ സൂരി ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്, പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഹുമയൂൺ 1555 to 56 വീണ്ടും ഡൽഹി തിരിച്ചു പിടിക്കുകയുണ്ടായി. ഷേർഷാ സൂരിയായിട്ട് യുദ്ധം നടത്തി വീണ്ടും ഹുമയൂൺ തന്നെ തിരിച്ചു പിടിക്കുകയുണ്ടായി. ഓക്കെ, ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഷേർഷാ സൂരി എന്ന് പറയുന്നത്. ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നത്. ഗ്യാൻഡേഷ് കൊടുത്തിട്ടുണ്ട്, കാബൂൾ, കാശ്മീർ, മുൾത്താൻ, ഡൽഹി, മാൾവ. ഇതൊക്കെ അക്ബറിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം അക്ബർ നാമയും ഐനി അക്ബരിയും. നമുക്ക് എന്താ നോക്കാം. അക്ബറുടെ കൊട്ടാരത്തിലെ എഴുത്തുകാരനായിരുന്നു അബുൾ ഫസൽ. അദ്ദേഹം എഴുതിയ കൃതിയാണ് അക്ബർ നാമ എന്ന് പറയുന്നത്. ഈ അക്ബർ നാമയ്ക്ക് തന്നെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാം ഭാഗം പറയുന്നത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ചിട്ടാണ് ഒന്നാം ഭാഗത്തിൽ പറയുന്നത്. രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ടാണ്, അക്ബറുടെ ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ടാണ് രണ്ടാം ഭാഗത്തിൽ. മൂന്നാം ഭാഗത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടായിരുന്നു. ഈ മൂന്നാം ഭാഗം ഐനി അക്ബരി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇതാണ് അക്ബർനാമയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന വ്യക്തിയാണ് ആര്? ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വ്യാപിച്ചത് ഔറംഗസേബിന്റെ കാലത്താണ്. ചിത്രം 1.6 കൊടുത്തിട്ടുണ്ട്, ഭൂപടം 1.6 കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മുടെ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലുള്ളതായിരുന്നു. ഈ ഡ്രാഗ്ഡ് വേർഷൻ അല്ല, വൈറ്റ് കളറിലുള്ള ഈ ഭാഗം ഇന്ത്യ മൊത്തം ഔറംഗസേബിന്റെ കാലഘട്ടത്തിലുള്ള ഭാഗമായിരുന്നു, പിടിച്ചടക്കിയ പ്രദേശങ്ങളായിരുന്നു. 50 വർഷം അദ്ദേഹം ഡൽഹിയിൽ ഭരണം നടത്തിയ ഔറംഗസേബ്. ഇദ്ദേഹത്തിന് ശേഷം 1707 ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായിരുന്നു. എങ്കിലും 1857 വരെ രാജവംശം നിലനിന്നിരുന്നു. മുഗൾ രാജവംശം 1857 വരെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
ദെൻ ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു. മുഗൾ ഭരണം, സൽത്തനത്ത് ഭരണം കൂടാതെ പല ഭരണങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്നു. അവരായിരുന്നു ചോളരാജ്യം, വിജയനഗരം, ബാമിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടില്ല, വളരെ കുറച്ചാണ് നമുക്ക് നോക്കാം. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന പ്രധാന രാജ്യങ്ങളാണ് ചോളരാജ്യം, വിജയനഗരം, ബാമിനി, മറാത്ത. ഇതിൽ ചോളരാജ്യം, വിജയനഗരം, ബാമിനി ഈ മൂന്നും ദക്ഷിണേന്ത്യയിലും മറാത്ത രാജ്യം എന്ന് പറയുന്നത് പശ്ചിമേന്ത്യയിലുമാണ് വരുന്നത്. ഓക്കെ, ചോള രാജ്യത്തെ കുറിച്ച് നോക്കാം. 9ാം നൂറ്റാണ്ടോടെയാണ് നിലവിൽ വന്നത്. ഇതിലെ മെയിൻ റൂളർ ആയിരുന്നു രാജരാജ ചോള. വേറൊരു മെയിൻ റൂളർ ആയിരുന്നു രാജേന്ദ്ര ചോള എന്ന് പറയുന്നത്. 2 പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു. ശക്തമായ നാവിക സേന ഇവർക്കുണ്ടായിരുന്നു. കാരണം ചോള രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കടൽ തീര പ്രദേശമുള്ള രാജ്യം സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറെ കടൽ തീരങ്ങളുള്ളത് കൊണ്ട് തന്നെ നാവികസേന അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കൂടുതലുണ്ടായിരുന്നു. ശക്തമായ നാവികസേന ഇവർക്കുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ വരാം, ഏറ്റവും കൂടുതൽ ശക്തമായ നാവികസേന ഉണ്ടായിരുന്ന വിഭാഗം ആരായിരുന്നു, രാജവംശം ഏതായിരുന്നു? ചോള രാജ്യമാണ്, ഒരിക്കലും തെറ്റരുത്. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ബോർഡ് 1:7 കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ആണ് വിജയനഗരം. 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഭരണവംശമായിരുന്നു വിജയനഗരം എന്ന് പറയുന്നത്. വിജയനഗരത്തെ കുറിച്ച് പേർഷ്യൻ സഞ്ചാരി അബ്ദുർ റസാഖ് എഴുതിയ വിവരണമാണ് ഇവിടെ ഇതിലായിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ധാരാളം തുറമുഖങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യം വളരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നായിരുന്നു. ശക്തമായ സൈന്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു, അത് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എന്താണ്, ഈ വിജയനഗരത്തിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപകര് ഹരിഹരനും ബുക്കനും ആയിരുന്നു മെയിൻ ഫൗണ്ടേഴ്സ്. ആൻഡ് ഇതിലെ മെയിൻ റൂളർ ആരായിരുന്നു? കൃഷ്ണദേവരായർ എന്ന് പറഞ്ഞ രാജാവായിരുന്നു ഇതിലെ പ്രധാന റൂളർ. ഇത്രയാണ് വിജയനഗരത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ബാമിനി രാജ്യം. ബാമിനി രാജ്യത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഹസൻ ബാമൻഷയായിരുന്നു. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിലെ റെയ്ച്ചൂർ എന്ന പ്രദേശം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രദേശത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബാമിനി രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരും തമ്മിൽ നിരന്തരം യുദ്ധം നടത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മറാത്ത രാജ്യം എന്ന് പറയുന്നത്. 17ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ ശക്തമായി മാറിയത്. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് പ്രകൃതിദത്തമായൊരു സംരക്ഷണം മറാത്തകൾക്ക് നൽകാനായിട്ട് കഴിഞ്ഞു. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. ആൻഡ് ഇതിലെ മെയിൻ റൂളർ ആയിരുന്നു ശിവജി. നമുക്കറിയാം ബോംബെയിലെ ഛത്രപതി ശിവജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ട് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ റൂളർ ആയിരുന്നു ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേർ അദ്ദേഹം സ്വീകരിച്ചു. ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേരായിരുന്നു ഛത്രപതി എന്ന് പറയുന്നത്. ശക്തമായ നാവികസേനയും കരസേനയും ഇവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ മറാത്തകളെ കുറിച്ചിട്ട് പറയുന്നത്. ആൻഡ് ഇത്രയാണ് ഈ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു പാഠഭാഗത്തിൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലറിയാത്ത ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാം. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.